ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്ത് നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു വിഷയത്തെക്കുറിച്ച് പറയട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 27-ാമത്തെ അധ്യായത്തിലെ 11 മുതൽ 14 വരെയുള്ളതായ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് പ്രദാനം ചെയ്യുകയാണ്. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേദിയാണ്. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവൻ്റെ മേൽ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം കുറ്റങ്ങൾ ആരോപിച്ചു. വ്യക്തമായി നമ്മൾ കാണുകയാണ്, അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. നമ്മൾ കാണുകയാണ്. പീലാത്തോസ് ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു, എന്നാൽ നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? നീ ഒന്നും മിണ്ടുന്നില്ലേ? നിനക്കൊരു പ്രതികരണവുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. വചനം പറയാണ്, പീലാത്തോസ് അത്യധികം ആശ്ചര്യപ്പെട്ടു. ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് നമ്മെ നയിക്കുന്നു. ഒരു നിശബ്ദതയുടെ ആധ്യാത്മികത രൂപീകരിച്ചെടുക്കുവാൻ, ഒരു മൗനത്തിൻ്റെ ആധ്യാത്മികത രൂപീകരിച്ചെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ വലിയൊരു സവിശേഷതയാണത്. പരാതികൾക്കും ആവലാതികൾക്കുമെതിരെ തികഞ്ഞ മൗനം പാലിക്കുക എന്ന് പറയുന്നത് നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനത്തിൽ അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും എല്ലാം ചെയ്തു, എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. ഇതാണ് യെശയ്യാ പ്രവാചകൻ ഈശോയെക്കുറിച്ച് പറയുന്നത്. ഒരു വാക്കുപോലും അവൻ ഉരിയാടിയില്ല. മൗനം, നിശബ്ദത, പ്രാർത്ഥന, സമർപ്പണം എന്നിവയെല്ലാം തൻ്റെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് പിതാവിൻ്റെ ഹിതത്തിൽ ലയിച്ചു ചേർന്നിരുന്ന ഒരു ഈശോയെയാണ് നാം കാണുക. നമ്മൾ ഈ നോമ്പുകാലത്ത് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ഊന്നൽ കൊടുത്ത് സ്വീകരിച്ച് എടുക്കേണ്ട ഒരു സവിശേഷതയാണിത്. നമുക്കിടെ ആത്മീയമായ ഒരു മൗനം, ഒരു നിശബ്ദത. ജീവിതത്തിൽ ഒത്തിരി ആളുകൾ നമുക്കെതിരായി കുറ്റം പറഞ്ഞുകൊണ്ടും നമുക്കെതിരെ പരാതിപ്പെട്ടുകൊണ്ടും ആവലാതിപ്പെട്ടുകൊണ്ടും എല്ലാം വരുമ്പോഴേ അതിൻ്റെ മുമ്പിൽ നമുക്ക് നിശബ്ദത പാലിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം. ഈ നിശബ്ദത എന്ന് പറയുന്നത് ദൈവവുമായി ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന നിശബ്ദതയാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു നിശബ്ദത തന്നെയാണ്, ഒരു മൗനം തന്നെയാണ്. ഈ മൗനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൈവികതയെ നമ്മൾ കണ്ടുമുട്ടുക, ദൈവത്തിൻ്റെ ചൈതന്യത്തെ നമ്മൾ അനുഭവിച്ചറിയുക. മറിയത്തെക്കുറിച്ച് പറയുന്നില്ലേ? മറിയത്തെക്കുറിച്ച് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അവൾ ഇതെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നു, മൗനത്തോടുകൂടി ഇരുന്നു എന്നുള്ളതാണ്. തിരുഹിതത്തെക്കുറിച്ച്, ദൈവഹിതത്തെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ, ആ ദൈവഹിതം തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ആ വ്യക്തി, അവൻ്റെ നാവും അധരങ്ങളും എല്ലാം നിശബ്ദതയിലേക്ക് കടന്നു വരുന്നു. വാതായനങ്ങൾ, കവാടങ്ങളെല്ലാം അടയ്ക്കപ്പെടുകയാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരുമിച്ചിരുന്നു കൊണ്ടുള്ളതായ ആ സ്നേഹ ഐക്യം എന്തെന്നില്ലാത്തൊരു നിശബ്ദതയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, എൻ്റെ കുഞ്ഞുമക്കളെ, ഈശോ ഒന്നും മിണ്ടിയില്ല എന്നുള്ള വാക്ക്, ഈശോ പിന്നെ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ്റെ ആത്മാവ് പിതാവുമായി ഐക്യത്തിലായിരുന്നു. അവൻ്റെ ആത്മാവ്, അവൻ്റെ ഹൃദയം പിതാവിൻ്റെ തിരുഹിതത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു.
അവൻ്റെ മനസ്സും അവൻ്റെ ചിന്തയും എല്ലാം പിതാവിൻ്റെ ചിന്തയും പിതാവിൻ്റെ മനസ്സുമായിട്ട് അലിഞ്ഞു ചേർന്നിരുന്നു. എങ്ങനെ തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴേ ബാഹ്യമായ ആരോപണങ്ങളോ കുറ്റാരോപണങ്ങളോ വിമർശനങ്ങളോ ഒന്നും യേശുവിൻ്റെ ജീവിതത്തെയോ സ്വസ്ഥതയെയോ ഒട്ടും പിടിച്ചു കുലുക്കുകയില്ല. പൊന്നുമക്കളെ, നമുക്കുണ്ടല്ലോ, നമുക്ക് ഈ നോമ്പുകാലത്ത് ഒരാന്തരിക നിശബ്ദതയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രത്യേകിച്ച് നമ്മൾ നിശബ്ദരാകേണ്ട എവിടെയാണെന്നറിയാമോ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ പേടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഉലയ്ക്കുന്നതായ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാകുമ്പോഴേ അവയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നമുക്കൊരു ശാന്തമാകാം. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അതും ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ശാന്തമാകാം. അങ്ങനെ ശാന്തമാകുമ്പോൾ ഈ പ്രതിസന്ധികളെയെല്ലാം എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ആ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നിശബ്ദതയാ, മൗനം എന്നിവ തീർച്ചയായിട്ടും ആന്തരികമായ മൗനവും ആന്തരികമായ നിശബ്ദതയ്ക്കും ദൈവം വലിയ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യും. ദൈവം സംസാരിക്കും. നിശബ്ദതയിൽ, നമ്മുടെ നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ മൗനത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കാൻ സാധിക്കുന്നത്. ഈ നോമ്പുകാലം ഈ നിശബ്ദത, ആന്തരിക നിശബ്ദതയിലേക്കും മൗനത്തിലേക്കും നമ്മെ നയിക്കട്ടെ. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ നിശബ്ദതയിലും നമ്മുടെ മൗനത്തിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നിനാലും ഇളകപ്പെടുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഒരു ശക്തി ചൈതന്യം നമുക്ക് വേണ്ട. മറിച്ച് പീഡകളും കഷ്ടതകളുമെല്ലാം ദൈവസന്നിധിയിലേക്ക് അയച്ചുകൊണ്ട് ഞാനൊരു നിമിഷം നിശബ്ദനായിരിക്കട്ടെ. നല്ല ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിശബ്ദതയിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. എന്തെല്ലാം കാറും കോളും ബഹളങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും പ്രലോഭനങ്ങളുമെല്ലാം ഉണ്ടായാലും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങ് തന്നെ നേരിട്ടിടപെട്ട് സാധിച്ചു തരുമെന്നുള്ള പ്രത്യാശയിൽ തികഞ്ഞ മൗനത്തോടുകൂടിയിരുന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ട കൃപ ഈ നോമ്പുകാലത്ത് ഈ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ശംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.